അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഒരു 220 ഉണ്ട്, സ്റ്റോക്കാണ്. ജസ്റ്റ് ഒരു ബബിൾ വൈസർ ആഡ് ചെയ്തിട്ടുണ്ട്, ഫ്ലഷ് മൗണ്ട് ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തിട്ടുണ്ട്, വേറെ ബാക്കിൽ പ്രോഡിസ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടിക്ക് നമ്മൾ കുറച്ച് വർക്ക് ചെയ്യാൻ പോകണം. അതായത് അണ്ടർ ബെല്ലി, അതുപോലെ ഹാൻഡിൽ മാറിയിട്ട് CBR ഹാൻഡിൽ വെച്ചിട്ട് വണ്ടി ഒന്ന് ലോവർ ചെയ്യണം. സൈഡിൽ നമ്മൾ ഒരു സ്കൂപ്പ് കൊടുക്കുന്നുണ്ട്, പിന്നെ ഒരു ഫോഗ് ലാമ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമുക്ക് കാണാം. സാധനങ്ങളൊക്കെ ഉണ്ട്, ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീഡിയോയിലേക്ക് പോകാം. ഈ വണ്ടിക്ക് നോക്കിയാൽ തന്നെ അറിയാം, താഴെ സൈലൻസർ, എൻജിൻ സൈഡ് എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു അണ്ടർവെല്ല് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഫിനിഷിംഗ് ആവും. അതായത് BS3 വണ്ടിയാണ്, ഇതിന് കമ്പനി അണ്ടർവെല്ല് കൊടുക്കണില്ല. 220 സ്റ്റോക്കായിട്ട് അണ്ടർവെല്ല് വരുന്നുണ്ട്, ബട്ട് അതല്ല നമ്മൾ വെക്കാൻ പോണത്, ഒരു വെറൈറ്റി സാധനമാണ് വെക്കാൻ പോണത്. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു വ്യൂ നമുക്ക് കാണാം. ഇപ്പോൾ വെക്കാൻ പോകുന്നതിന് മുന്നേ ഉള്ളത് ഇതാണ് അവസ്ഥ. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് കാണാം. അണ്ടർവെല്ല് വെച്ച് കഴിഞ്ഞിട്ടുള്ള ഷോട്ട്സ് തരാം, അതെങ്ങനെ ഫിറ്റ് ചെയ്തതെന്നും ഇങ്ങനെയൊക്കെ ക്ലാമ്പ് എടുത്തതും അണ്ടർവെല്ല് വെച്ച് കഴിഞ്ഞിട്ടുള്ള ഷോട്ട് കാണാം. അണ്ടർവെല്ല് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടുപരിചയം ഉണ്ടാവും, നമ്മളെ ബജാജിൻ്റെ തന്നെ ഡൊമിനാർ 400 അല്ലെങ്കിൽ 250 ഏതാണെങ്കിലും നമുക്ക് ഷൂട്ട് ചെയ്യാം. ഇത് ഇപ്പോൾ വെച്ചേക്കുന്നത് 400 ആണ്. അപ്പോൾ അണ്ടർവെല്ല് വെച്ചതിന് ശേഷമുള്ള ഒരു ഫൈനൽ ലുക്ക് ഇതാണ്. ക്രഷ്കാറിൻ്റെ ബോൾട്ട് വരുന്നതിൻ്റെ നേരെ താഴത്തുള്ള എൻജിൻ മൗണ്ട് ഉണ്ട്, കണ്ടോ? എൻജിൻ മൗണ്ട് ചെയ്ത് വെച്ചേക്കുന്ന ഈ ബോൾട്ട് അയച്ചിട്ട് ഒരു എൽ ക്ലാമ്പ് അങ്ങനെ വന്നിട്ട് ഒരു എൽ ക്ലാമ്പ് അത് വൺ സൈഡ് വെക്കാൻ പറ്റുള്ളൂ. ആ സൈഡിൽ നമുക്ക് സൈലൻസറിൻ്റെ ബെൻഡ് ടൈപ്പ് ഉള്ളതുകൊണ്ട് അവിടെ നമുക്ക് പോസിബിൾ അല്ല. അപ്പോൾ ഒരു സൈഡ് മാത്രം വെച്ചിട്ട് ഇവിടെ നമ്മൾ നെറ്റ് ബോൾട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതിന് നമ്മളിവിടെ സൈക്കിൾ ക്ലാമ്പ് എന്നാണ് പറയുക. അതായത് നമ്മൾ സൈക്കിളിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഓട്ടോറിക്ഷയുടെ മുന്നിലൊക്കെ നമ്മൾ റിഫ്ലക്ടർ വെക്കുമല്ലോ, ഗ്ലാസിൻ്റെ നേരെ താഴത്ത് റിഫ്ലക്ടർ വെക്കണ എന്താ ചെറിയ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ചെറിയ ക്ലാമ്പാണ്. അപ്പോൾ അതാണ് ഒന്നുകൂടി കംഫോർട്ട്, നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടി ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കംഫോർട്ട് അതാണ്. പിന്നെ കിട്ടാനുള്ളത് ഇങ്ങനത്തെ ക്ലാമ്പാണ്. ഇത് കുറച്ച് ടാസ്ക്കാണ്, കാരണം നമ്മളെ എഞ്ചിനിൽ സ്യൂട്ടാവില്ല, കണ്ടോ? അത്യാവശ്യം സൈസുള്ള സാധനം ആയതുകൊണ്ട് അത് പോസിബിൾ അല്ല. സോ ഈ ബോൾട്ട് അയച്ചിട്ട് നേരെ താഴെ കൊടുത്ത് ഇവിടെ നെറ്റ് ബോൾട്ട് ഇട്ടു. സെയിം അപ്പുറത്തും അതുപോലെ തന്നെ ആ സെയിം ക്ലാമ്പ് തന്നെ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ബെൻഡ് ചെയ്തിട്ട് ഈ ബോൾട്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ഫൈനൽ ലുക്ക് ഇതാണ്. വേണമെങ്കിൽ ആ ഒരു പീസ് ഒഴിവാക്കാം, ഈ ഒരു പീസ് വേണമെങ്കിൽ ഒഴിവാക്കിയിടാം. അത് നമ്മൾ അയച്ചിട്ടിട്ടില്ല. അപ്പോൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് FZൻ്റെ പാനലാണ്, സൈഡ് സ്കൂപ്പാണ്. Invincible. FZൻ്റെ സ്കൂപ്പ് വെക്കുന്നതിന് മുന്നത്തെ ഷോട്ട് ഇതാണ്. ഇതിൻ്റെ ക്രാഷ് ഗാർഡ് ചെറുതായിട്ട് ബെൻഡ് ആയിട്ടുണ്ട്, അത് നമ്മൾ ക്ലിയർ ആക്കും. അതുപോലെ അത് ക്ലിയർ ആക്കിയിട്ടാണ് നമ്മൾ സ്കൂപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ സ്കൂപ്പ് വെക്കുന്നതിന് മുന്നത്തെ ലുക്ക് ഇതാണ്. ഒരുപാട് ശ്രമത്തിന് ശേഷം ക്രാഷ് ഗാർഡ് നമ്മൾ നിർത്തിയിട്ടുണ്ട്. ശരിക്കും ടയർഡായി ഗൈസ്. നമ്മൾ യൂസ് ചെയ്ത ടൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇവിടെ എന്താ പറയുക, നമ്മൾ പിക്കാസ് എന്ന് പറയും. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് ക്രാഷ് ഗാർഡ് നിർത്തിയത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ ചെറിയ ഷോർട്ടായിട്ട് ചെയ്യാം. സ്കൂപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലുക്ക് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഒരു സെമി ഫെയർഡ് വണ്ടി പോലെ ആയിരുന്നു. 220 പൊതുവെ കമ്പനി കൊടുക്കുന്നത് സെമി ഫെയറിങ് ആയിട്ടുള്ളൊരു ഡിസൈനിലാണ്. ഇപ്പോൾ ഒരു വണ്ടി ഫുള്ളി ഫെയർഡായൊരു ഫീലുണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അതായത് താഴെ അണ്ടർവെല്ലി വന്നു, സെൻട്രലിലെ FZൻ്റെ സ്കൂപ്പ് വന്നപ്പോൾ വണ്ടി മൊത്തത്തിലൊരു ഫുള്ളി ഫെയർഡ് ഫീല് വന്നു. ഇപ്പോൾ അതവിടെ ഇങ്ങനെ ആ ഒരു ഷോക്കൊക്കെ കാണുന്നുണ്ട്, കുറച്ചിങ്ങനെ ഒരു തള്ളി നിൽക്കുന്ന ഒരു ഫീലാണ്. ഹാൻഡിൽ മാറിയിട്ട് ലോവർ ചെയ്യാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് ഒരു സാധനം ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്.
മോട്ടോ എക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു മിനി ഡ്രൈവ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എന്ന് വെച്ചാൽ ഈ നമ്പർ പ്ലേറ്റ് ഇവിടെ നിന്ന് അഴിച്ച് മാറ്റിയിട്ട് നമ്പർ പ്ലേറ്റിൻ്റെ 2 സൈഡിലായിട്ട്, നമ്പർ പ്ലേറ്റ് ഇല്ല അതിൻ്റെ ഇവിടെ 2 സൈഡിലായിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. നമ്പർ പ്ലേറ്റ് കുറച്ച് താഴേക്കാക്കി വെക്കും. ഇപ്പോഴത്തെ ലുക്ക് ഇതാണ്, ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലുക്ക്. ഷോക്കാനിൽ അഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സിവിയറിൻ്റെ ഹാൻഡിലത് അത് ഇൻസ്റ്റാൾ ചെയ്യാണ്. അപ്പം സിവിയറിൻ്റെ ഹാൻഡിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഫുൾ വർക്ക് കഴിഞ്ഞിട്ടില്ല. ഇനി ഒരു സൈഡിൽ ലിവർ പ്രൊട്ടക്ടർ വരാനുണ്ട്, പിന്നെ നമ്പർ പ്ലേറ്റ് വെക്കാനുണ്ട്. കസ്റ്റമർ വല്ലാണ്ട് ലോവർ ചെയ്യണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മീഡിയം ലെവലിൽ. പിന്നെ ഒന്നാമത് സസ്പെൻഷൻ സോഫ്റ്റാണ്, അതുകൊണ്ട് ഓവർ ആക്ഷൻ വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ലൈറ്റോ അല്ലെങ്കിൽ നമ്പർ പ്ലേറ്റ് വന്നിട്ട് മഡ്ഗാർഡിൽ ഇടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഓവറായിട്ട് നമ്മൾ ലോവർ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ വേറെ ഓപ്ഷൻ ഉണ്ട്, കുറച്ച് അധികം ലോവർ ചെയ്തിട്ട് സസ്പെൻഷൻ്റെ ഓയിലിൽ മാറ്റം വരുത്തിയാൽ മതി. സസ്പെൻഷൻ്റെ ഓയിലിൽ മാറ്റം വരുത്തുന്ന സമയത്ത് ഷോക്ക് ഹാർഡാവും, അപ്പോൾ ആക്ഷൻ കുറയും. നമ്മൾ മഡ്ഗാർഡിൽ വന്ന് തട്ടുന്ന പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ നമുക്ക്. ഈ വണ്ടിയിൽ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ കസ്റ്റമർ പറഞ്ഞാൽ ഓവറായിട്ട് ലോവർ ചെയ്യണ്ട, കുറച്ച് പാകത്തെ രീതിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് ലോവർ ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മീഡിയം ലെവലിൽ ലോവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹാൻഡിൽ മാറിയതിൻ്റെ ഒരു ഓവറോൾ വ്യൂ ഇതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി. നമുക്ക് ഫോഗ് ലാമ്പിന് ഇത് സാധാരണ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ടൈപ്പ് 2-way സ്വിച്ചാണ്. നമ്മൾ ഫ്ലാഷറിനൊക്കെ കൊടുക്കുന്ന ടൈപ്പ്, അല്ലെങ്കിൽ നോർമൽ ഫോഗ് ലാമ്പിനൊക്കെ കൊടുക്കുന്ന ടൈപ്പ് 2-way സ്വിച്ചാണിത്. ഇതിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 3-way സ്വിച്ചാണ്. അതായത് നമുക്ക് ഒരു ഓഫും 2 ഓണും വരുന്ന ടൈപ്പാണ്. ഓഫ്, ഒരു ഓണ്, അടുത്ത ഓണ്, അങ്ങനെ 3 കൂടാതെ ഓഫ്, ഫ്രണ്ടിലെ ഓണ്, പിന്നെ അടുത്ത ഓണ്, അങ്ങനെ 2 ലൈറ്റ്. അതായത് ഞാൻ പറഞ്ഞാൽ ഫ്രണ്ടിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തേക്കണ ഈ ലൈറ്റിന് 2 മോഡുള്ളത്, യെല്ലോ ഉണ്ട്, പിന്നെ ഒരു വൈറ്റും ഉണ്ട്, ഡിമും ബ്രൈറ്റ് ആയിട്ടും. നമുക്ക് അതിൻ്റെ കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ 2 ഓണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ സ്വിച്ചിന് ചെറിയൊരു മാറ്റം. ഇതിന് എത്ര 80, അതിന് 80 എത്ര വേണ്ട റേറ്റ് കറക്റ്റ് അറിയില്ല. 80 ആ സ്വിച്ചിന് 80 ആയത്. അപ്പോൾ കണക്ഷനും കൊടുത്തിട്ട് ടോട്ടൽ ഉള്ള ഒരു വ്യൂ കാണിച്ചു തരാം. കണക്ഷൻ അങ്ങനെ ഫോഗ് ലാമ്പിൻ്റെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ടാവും. വൈറ്റ്, ഇതാണ് വൈറ്റ് ഡിമ്മായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. യെല്ലോ വേറൊരു മോഡും കൂടി ഉണ്ട്, യെല്ലോ, അത് ബ്രൈറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ വിസിബിലിറ്റി നോക്കണ്ട, നൈറ്റിലൊരു വിസിബിലിറ്റി ഷോട്ട് പറ്റണമെങ്കിൽ ആഡ് ചെയ്യാം. ഇത് വേറെ കസ്റ്റമറിൻ്റെ വണ്ടിയാണ്. അപ്പോൾ വണ്ടി എത്ര ടൈം നമ്മളെ കയ്യിലുണ്ടാവുമെന്ന് അറിയില്ല. ഇപ്പോൾ വർക്ക് കഴിഞ്ഞാൽ സ്കൂളിൽ വണ്ടി കസ്റ്റമർ കൊണ്ടുപോയിരിക്കും, അത് കറക്റ്റ് അറിയില്ല. അപ്പോൾ എന്തായാലും നൈറ്റ് വണ്ടീൻ്റെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ വിസിബിലിറ്റി ഏകദേശം അല്ലെങ്കിൽ കണ്ടോ നമ്മളെ വണ്ടി ഉണ്ടല്ലോ, അതിൽ ഞാൻ ഏകദേശം വിസിബിലിറ്റി എങ്ങനെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഡിമ്മിലാണ് ഇരിക്കുന്നത്. നമുക്ക് ബ്രൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓഫാണ്. ഓണാക്കി കഴിഞ്ഞാൽ ഡിമ്മായി, ഒന്നും കൂടി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ബ്രൈറ്റ് യെല്ലോ ഉണ്ടോ, ഡിമ്മും ബ്രൈറ്റ് ആയിട്ട് 2 മോഡൽ വരുന്നത്. യെല്ലോ ആയിട്ടുള്ളൊരു ലുക്ക് ആയിരിക്കും. വണ്ടി മൊത്തം വർക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരാളിലൊക്കെ നല്ലൊരു ഷോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് ലൈറ്റ് വെച്ചതിന് ശേഷമുള്ള ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ. പിന്നെ ഇവിടുന്ന് ഫ്രണ്ടിൽ നോക്കുമ്പോൾ അത് മെയിനായിട്ട് വരുന്നത് ഫ്ലാഷറിൻ്റെ സ്വിച്ചും ലൈറ്റിൻ്റെ സ്വിച്ചും. ഇത് ഞാൻ എന്തിനാണ് ഇങ്ങനെ ഓഫ് ഇങ്ങനെ എല്ലാം തല കുത്തനെ വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖം ഓപ്പറേറ്റ് ചെയ്യാൻ സുഖം അതാണ്. അതായത് ബൈക്ക് ഓടിക്കുന്ന സമയത്ത് ജസ്റ്റ് ഓൺ ഓപ്പറേറ്റ് ചെയ്യാൻ സുഖം ഉണ്ടാവും. താഴെയാണെന്നുണ്ടെങ്കിൽ ഒരു ഓൺ ഓഫ് ഫീൽ കിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ തലകുത്തിനെ വെച്ച്. പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇതുണ്ടോ, ഈ ഓൺ ഓഫ് എന്നൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അത് കുറച്ച് കഴിഞ്ഞാൽ ഫെയ്ഡായി പോകും. അപ്പോൾ അറിയില്ല, ഒന്നുകൂടി കംഫർട്ട് അങ്ങനെയാണ്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കണക്ഷൻ എങ്ങനെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പോസിറ്റീവ് എടുത്തേക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മളെ കിൽ സ്വിച്ചിൻ്റെ ഒരു റിലേ ഇവിടെ വരുന്നുണ്ട്. BS3 വണ്ടിക്ക് കേട്ടോ, BS3 വണ്ടിക്ക് മാത്രമേ ഇവിടെ കിൽ സ്വിച്ചിൻ്റെ റിലേ വരുന്നുള്ളൂ. BS4ന് ഇവിടെ റിലേ വരുന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്നതിന് കണക്ഷൻ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. വേറെ BS4ന് ഇതുപോലെ നമ്മളൊരു ഫോഗ് ലാമ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ BS3ക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ റിലേ ഉണ്ടോ, ഈ റിലേയിൽ 1, 2, 3, 4 അങ്ങനെ 4 ടെർമിനൽ 4 ലെഗാണ് വരുന്നത്. അതിൽ ഈ ഫസ്റ്റത്തെ ലെഗിലാണ് നമ്മളെ കീ സെറ്റിൻ്റെ കണക്ഷൻ വരുന്നത്. കീ സെറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ
ഇവിടെ പോസിറ്റീവിൽ കണക്ഷൻ വരും. അങ്ങനെ ഈ പോസിറ്റീവ് വന്നിട്ട് നേരെ സ്വിച്ചിൻ്റെ പോസിറ്റീവിലോട്ട് കയറി. റിവേഴ്സ് സ്വിച്ചാണ്. അപ്പോൾ 3 വയറുണ്ടാവും സ്വിച്ചിന്, ഒരു റെഡ്, ഒരു ഗ്രീൻ, ഒരു ബ്ലാക്ക്. അപ്പോൾ റെഡിലേക്ക് പോസിറ്റീവ് വന്ന് കയറി. അതുപോലെ ആ ന്യൂട്രൽ എടുത്തേക്കുന്നത് നമ്മളെ ഫ്രണ്ട് സീറ്റിൻ്റെ ഈ ഇതുണ്ടല്ലോ, ലോക്ക് ഉണ്ടല്ലോ, അതിൻ്റെ നെട്ടിന്നാണ് ന്യൂട്രൽ എടുത്തേക്കുന്നത്, എർത്ത് എടുത്തേക്കുന്നത്. അപ്പോൾ അത് നേരെ കൊടുത്തിട്ട് നേരെ ഇവിടെ നമ്മളെ 2 ലൈറ്റിൻ്റെ കണക്ഷനും ഇവിടെ വന്നിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതായത് ആ ലൈറ്റിൽ ഒരു ബ്ലാക്ക്, പിന്നെ ഒരു റെഡ്, ഒരു യെല്ലോ, അങ്ങനെ 3 വയറാണ് വരുന്നത്. അതിൽ ബ്ലാക്കും 2 ലൈറ്റിൻ്റെ ബ്ലാക്കും തമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ റെഡും തമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ യെല്ലോയും 2 തമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ബ്ലാക്കിലേക്കാണ് ഇവിടെ ന്യൂട്രൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. സീറ്റിൻ്റെ ലോക്കിൽ നിന്ന് ന്യൂട്രൽ നേരെ വലിച്ചിട്ട് അവിടെ കൊടുക്കുന്നത്. എല്ലാവരും കിറ്റിനകത്തുള്ള വയറിങ്ങിലാണ് പൊതുവേ എല്ലാവരും കണക്ഷൻ ചെയ്യുന്നത്. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് ഞാൻ ഇവിടുന്ന് എടുത്തു. കുറച്ച് വയർ എക്സ്ട്രാ വേണമെന്നേ ഉള്ളൂ. പക്ഷേ കിറ്റിനകത്ത് വെറുതെ വയർ കട്ട് ചെയ്തൊക്കെ ചെയ്യണമെങ്കിൽ അവർ എത്ര നല്ലത് എനിക്ക് ഇതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ സ്വിച്ചിൻ്റെ 2 വയറുണ്ടല്ലോ, ഗ്രീനും ബ്ലാക്കും, അത് ഒരെണ്ണം ബ്ലാക്ക് നേരെ യെല്ലോക്ക് കൊടുത്തു, യെല്ലോ വയറിന് കൊടുത്തു, അതായത് ഫോഗ് ലാമ്പിൻ്റെ യെല്ലോ വയറിന് കൊടുത്തു. അതുപോലെ റെഡ് നേരെ ബ്ലാക്കിലും കൊടുത്തു. അങ്ങനെയാണ് കണക്ഷൻ വന്നിട്ടുള്ളത്. ഇനി കണക്ഷൻ മനസ്സിലാവാത്തവർക്കാണ് വേണമെങ്കിൽ കണക്ഷൻ്റെ ഡയഗ്രാം വരച്ചിട്ട് ഇവിടെ എവിടെയെങ്കിലായിട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് വണ്ടിയിൽ ചെയ്യാനുള്ളത് ലിവർ ഗാർഡ് വെക്കാനുണ്ട്, അതും കൂടി ഉള്ള വണ്ടിയിൽ. പിന്നെ നമ്പർ പ്ലേറ്റ് സെറ്റ് ചെയ്യാനുണ്ട്. ഫ്രണ്ടിൽ നമ്പർ പ്ലേറ്റ് കുറച്ച് താഴത്തായിട്ട് വരും, അതും കൂടി ഈ വണ്ടിയിൽ ഇനി ചെയ്യാനുള്ളൂ. ബാക്കിയെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ചെയ്തിട്ട് നമുക്ക് ഫൈനൽ ലുക്കിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഫൈനൽ ഔട്ട്. വണ്ടി ഒരു ഏതൊരു ലുക്കിലേക്ക് കാണുമ്പോൾ നമ്മളെ ട്രാൻസ്ഫോമേഴ്സിലെ ഒപ്റ്റിമസ് പ്രൈം ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു ലുക്ക് അല്ലേ, എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. ഒപ്റ്റിമസ് പ്രൈം അങ്ങനെ നിൽക്കുന്നൊരു ഫീലുണ്ട്. വണ്ടി ആ വിചാരിച്ചതിനേക്കാളും ലോവർ ആയിട്ടുണ്ട്. കാരണം ഞാൻ സെൻറ്റർ സ്റ്റാൻഡിലാണ് അവിടെ ഇട്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ സൈഡ് സ്റ്റാൻഡിൽ വെച്ച വണ്ടി ഓവറായിട്ട് താന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര താഴ്ച വേണ്ട, അത് നമ്മുടെ മഡ്ഗാർഡിന് ഇഷ്യൂ വരും. മഡ്ഗാർഡിൽ സ്ക്രാച്ച് വരാൻ ചാൻസ് ഉണ്ട്. ഓവറായിട്ട് ആക്ഷൻ വരുമ്പോൾ വലിയ ഗ്യാപ്പില്ല, ഒരു കൈയുടെ ഒക്കെ ഗ്യാപ്പേ ഉള്ളൂ. അപ്പോൾ കുറച്ച് പൊക്കി വെക്കാം. പിന്നെ ഈ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ അഗ്രസീവ് ലുക്കാണ്, ഇങ്ങനെ ലോവർ ചെയ്ത്. പക്ഷെ കൊണ്ടു നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കസ്റ്റമറിനത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്ര ലോവർ വേണ്ട. ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കട്ടെ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ ഓരോ സാധനങ്ങൾ എങ്ങനെ ഫിറ്റ് ചെയ്തു എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമ്മളത് ചെയ്യുക. നമ്മൾ വേറെ വണ്ടി ഉണ്ട്, അതൊക്കെ അതിൽ അയച്ചിട്ട് കാണിച്ചു തരാം എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നൊക്കെ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു വർക്ക് കിട്ടിയപ്പോൾ ഇതായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ടൈൽ സെക്ഷനിൽ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല, സ്റ്റോക്കാണ്. ബാക്കിലൊരു പ്രോ ഡിസ്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഗ്രാബ് റെയിൽ മാറിയിട്ടില്ല, സ്റ്റോക്ക് ടൈലാണ് വരുന്നത്. മഡ്ഗാർഡും കാര്യങ്ങളൊക്കെ സ്റ്റോക്കാണ് വരുന്നത്. അപ്പോൾ ഇതും കസ്റ്റമറിന് മാറണമെന്നുണ്ട്. അതായത് ഉള്ള ഈ ടൈൽ സെക്ഷൻ മാറിയിട്ട് ജസ്റ്റ് അവിടെ നമ്പർ പ്ലേറ്റ് വരുന്ന ടൈപ്പ് ടൈൽ ചെയ്യണമെന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വൈകാതെ ചെയ്യും. അതുപോലെ ബാക്കിൽ വേറൊരു ഫ്ലാപ്പ് വരുന്നുണ്ട്, V3യുടെ ഫ്ലാപ്പ്. നമ്മൾ ഈ വണ്ടിയിൽ ചെയ്ത പോലെ ബാക്കിൽ V3യുടെ ഫ്ലാപ്പൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് വരുന്ന വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം, കൂടെ Invincible.